പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്റെ സ്വർണം വരെ കൊണ്ടുപോയത് കാക്കാനായിട്ട് ആ ദൈവത്തിന് പറ്റിയിട്ടില്ല. ആധുനിക സമൂഹത്തിൽ ആക്ച്വലി മതം ആവശ്യമില്ല. ലിറ്റ്മസ് 25ന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് സമയത്ത് ആരും അമ്പലത്തിൽ പോയിട്ടില്ല, പള്ളിയിൽ പോയിട്ടില്ല. അയ്യപ്പൻ എന്റെ സഹോദരനാണെന്ന് പറയുന്ന ഒരു മന്ത്രി വരെ നമുക്കുണ്ട്. ഹായ്, ചാനൽ 4.5, ദിസ് ഇസ് ആരതി കൃഷ്ണൻ. സോ നമുക്ക് ഇപ്പൊ ലിറ്റ്മസ് 25ന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള ഡെലിഗേറ്റ്സിന്റെ അടുത്ത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സോ ഇവിടെ പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്തോ? അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതൊക്കെ സെഷൻസിൽ അറ്റൻഡ് ചെയ്തു? ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ആധുനിക സമൂഹത്തില് മതം ആവശ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു ആധുനിക സമൂഹത്തിൽ ആക്ച്വലി മതം ആവശ്യമില്ല. പണ്ട് കാലത്ത് ഏർലി സ്റ്റേജസ് ഒരു സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മളൊരു നേർവഴിക്ക് നയിക്കാൻ വേണ്ടി മതം ആ ഒരു സമയത്ത് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അതിന്റെ ആവശ്യമില്ല. കാരണം ഓരോ രാജ്യത്തിനും അവരുടെ തന്നെ നിയമങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് രാജ്യങ്ങളായ സ്കാൻഡിനേവിയൻ കൺട്രീസ്, അവിടെയൊക്കെ മാക്സിമം റിലീജിയൻസ് ഇല്ല. അതാണ് ഏറ്റവും ഹാപ്പി. അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ റിലീജിയൻ ഇത് കൊടുക്കുന്നത് താലിബാൻ പോലെയൊക്കെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ലാവസ്റ്റ് കിടക്കുവാണ്. സോ പണ്ട് കാലത്ത് ആൾക്കാരെ നേർവഴിക്ക് നയിക്കാൻ അതൊരു ഒരു പരിധി വരെ അത് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആധുനിക സമൂഹത്തിൽ വെൻ വി ഹാവ് അവർ ഓൺ ലോസ്, ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് നമ്മളെ പിടിച്ച് അകത്തിടും. അത് പഠിച്ച് തെറ്റിയില്ല. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ആ ഒരു മതത്തിന്റെ പേരിൽ എന്താ പറയുക, തെറ്റ് ചെയ്താൽ നരകത്ത് പോകുന്ന മേടിച്ചിട്ട് ആൾക്കാരെ നേർവഴിക്ക് നയിച്ചു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. തെറ്റ് ചെയ്താൽ നരകമല്ല, ജയിലിൽ പോകും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ റീസെന്റ് നമുക്ക് വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളെ കാക്കുന്ന ദൈവത്തിന്റെ സ്വർണം കട്ടുകൊണ്ട് പോയിരിക്കണം. അപ്പം ഇപ്പൊ ദൈവത്തിനെ പേടിച്ചിട്ടാണ് ആളുകൾ തെറ്റത്, നന്മ തിന്മകളൊക്കെ ചെയ്യുകയും ഒക്കെ സ്വർഗത്തിൽ പോവും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്റെ സ്വർണം വരെ കൊണ്ടുപോയത് കാക്കാനായിട്ട് ആ ദൈവത്തിന് പറ്റിയിട്ടില്ല. അപ്പൊ ആ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിനൊരു പവർ ഇല്ല, വെറുതെ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഇപ്പം ബാലഭൂമിയിലെ ഡിങ്കര പ്രാർത്ഥിച്ചാലും സെയിം പണ്ട് കാലത്ത് എഴുതി വെച്ച കുറെ കഥകൾ ഇപ്പം എന്താ പറയാ ഒഡീസിയില് അല്ലെങ്കിൽ ഇല്ലിയാഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, റോമൻ. അതേപോലെ തന്നെയാണ് ദോസ് ആർ ജസ്റ്റ് ബുക്സ്. രാമായണ, മഹാഭാരത, ദോസ് ആർ എപ്പിക്സ്. കിടിലൻ ബുക്കുകളാണ്. നല്ല അറിവും നല്ല ബോധമുള്ള അക്കാലത്തെ ആൾക്കാർ എഴുതിയ ബുക്കുകളാണ്. അത് ആൾക്കാര് അതേ രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നതിന്റെ ഒരു ആവശ്യമില്ല. സെയിം വിത്ത് അയ്യപ്പൻ ടു. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അല്ലാണ്ട് there is nothing more than that. അയ്യപ്പൻ എന്റെ സഹോദരനാണെന്ന് പറയുന്ന ഒരു മന്ത്രി വരെ നമുക്കുണ്ട്, അറിയാലോ. അപ്പോ അത്തരത്തില് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും നമ്മുടെ സമൂഹത്തോട് പറയാണ് ദൈവം നമ്മുടെ സഹോദരനാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണുള്ളത്. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി പോലും നമ്മളാൽ തെരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കുന്ന പാർട്ടി പോലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹം ഈ 21ാം നൂറ്റാണ്ടിൽ മതമില്ലാതെ ആക്കുമോ, അതോ ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ? നമ്മളെ സമൂഹം എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്സ് അവർക്ക് ഈ മതം വേണം. പൊളിറ്റിക്സ് വോട്ടാണ്. ഓരോ മതത്തിൽപ്പെടുന്ന ആൾക്കാരെ പ്രീണിപ്പെടുത്തി അത് ഒരു വോട്ട് ബാങ്കായി കൺവേർട്ട് ചെയ്യാണ്. ഇപ്പം മതം മാത്രമല്ല, ചിലയിടത്ത് ഈവൻ കാസ്റ്റ്, അതും ഒരു വോട്ട് ബാങ്ക് ആയിട്ട് കണക്ക് കൂട്ടിയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്നത്. സോ ദേ നീഡ്. പക്ഷെ ശരിക്കും ആധുനിക നമുക്ക് ശരിക്കും ബോധമുള്ള ഒരാൾക്ക് മതത്തിന്റെ ഒരു ആവശ്യമില്ല. ആൻഡ് അത് വേറെ എക്സാമ്പിൾ ആണ്. കോവിഡ് സമയത്ത് ആരും അമ്പലത്തിൽ പോയിട്ടില്ല, പള്ളിയിൽ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പല റിലീജിയൻസിലും പറയുന്നത് ആഴ്ചയിൽ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ദൈവം, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും. ബട്ട് നത്തിങ് ഹാപ്പൻ. അമ്പലത്തിൽ പോയവരും പള്ളിയിൽ പോയവരൊക്കെയാണ് കോവിഡ് ഒന്ന് കിടപ്പായത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇരുന്ന ആൾക്കാർ they were safe. So it really proves that in the current scenario religion is not an important. പണ്ട് കാലത്ത് മേ ബി ആയിരിക്കും ആൾക്കാരെ നേർവഴിക്ക് നയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സിനാരിയോയിൽ ഇറ്റ് ഈസ്. പക്ഷെ എനിക്ക് ഒന്ന് പറയണ്ടേ, റിലീജിയൻ നമ്മളെ
ഇപ്പൊ ലിറ്റ്മസിന്റെ സംബന്ധിച്ച് നമ്മൾ RC ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂല് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് ഉപകാരമാകുന്നു എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ചും പല സർക്കാർ ജോലികളിലേക്കും പലയിടത്തും പ്രത്യേകമായിട്ട് സംവരണം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലൊരു കാര്യത്തെ പറ്റിയിട്ട്, അതായത് ഈ മതം ഒരു തരത്തിൽ മറ്റൊരു സമൂഹത്തിന് ഉപകാരമാകുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോ അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അവിടെ എനിക്ക് എന്റെ ചില സീനിയേഴ്സ്, ഞാൻ ക്യൂസാറ്റിലായിരുന്നു പഠിച്ചത്, അവിടുത്തെ ചില സീനിയേഴ്സ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പണ്ട് കാലത്ത്, എന്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, അങ്ങേർക്ക് അങ്ങനെ നല്ല ടാലന്റഡ് ആയിരുന്നു. ഹി അപ്ലൈഡ് ഫോർ ഇസ്രോ, റിജക്ട് ചെയ്തു. പക്ഷെ അങ്ങേർക്ക് ഹൈലി ടാലന്റ് ആയിരുന്നു. ഹി ഈസ് കറന്റ്ലി വർക്കിംഗ് ഇൻ കെനഡി സ്പേസ് സെന്റർ. ആൻഡ് അങ്ങേരിട്ടൊരു പോസ്റ്റ് ആണ്, ലെറ്റ് ഇന്ത്യ കീപ് ദ റിസർവ് ആൻഡ് ദേ വിൽ ടേക്ക് ദ ഡിസർവ്. അതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറയുന്നത് മേജർ റീസൺ അതാണ്. നമ്മൾ ഈ സർക്കാർ ജോലികളിലൊക്കെ കിട്ടുന്നത് പല റിസർവേഷനുള്ള ആൾക്കാർക്കാണ്. അറ്റ് ദ സെയിം ടൈം ഡിസേർവ്ഡ് ആയ ആൾക്കാർക്ക് ഒൺലി റീസൺ ദേ ആർ കമ്മിങ് അണ്ടർ ദ ജനറൽ കാറ്റഗറി. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്, ചാൻസസ് നഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് വാട്ട് ദേ ഡു, ദേ ജസ്റ്റ് മൈഗ്രേറ്റ് ടു അതർ കൺട്രി. അതെ, നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു സമൂഹത്തിനെയാണ് നമുക്ക് വേണ്ടത്. നന്നായി ചിന്തിക്കുന്ന ആളുകളെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു പൊടി പിടിച്ച പുസ്തകങ്ങളല്ല നമ്മുടെ പുതിയ തലമുറയെ നയിക്കേണ്ടത്. സോ നമുക്ക് പേര് ചോദിക്കാം, പേരെന്താണ്? എന്റെ പേര് അർജുൻ. എന്ത് ചെയ്യുന്നേ? ഞാൻ വിപ്രോയില് അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഫോട്ടോഗ്രാഫി ഒരു പാഷനാണ്. സോ ലിറ്റ്മസിന്റെ ഓൾമോസ്റ്റ് ഇത്തവണത്തെ എല്ലാ ഇവന്റ്സും കവറിങ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പൊ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി ലിറ്റ്മസിന്റെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. സാറിന് ഏതൊക്കെ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഇഷ്ടപ്പെട്ടത് ഒരു മെമ്മോറിയൽ ഡേ ഇല്ല, ഡിബേറ്റ് വാസ് ഗുഡ്. പിന്നെ ഹോമിയോ ഗിവൺ കേസ്, ഹോമിയോ ഒന്നും പറയാനില്ല, അയാൾക്കൊന്നും പറയാനില്ല. സോ ഹി വാസ് നോട്ട് കൺവിൻസിങ് അറ്റ് ഓൾ, ഹോമിയോ ഡോക്ടർ. ബാക്കി എനിക്ക് കാര്യമായിട്ടും തോന്നില്ല. ഇനി ഞാൻ വെയിറ്റിംഗ് ടു സീ ദിസ് ലേഡി, തസ്ലിമ നസ്രിൻ, അവരെ വെയിറ്റ് ചെയ്യണം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഇൻട്രസ്റ്റ് ഇൻ റാഷണൽ തിങ്കിങ്, പിന്നെ സ്കെപ്റ്റിക്കൽ ബെന്റ് ഓഫ് മൈൻഡ്. കാര്യങ്ങളെ റാഷണലായിട്ട് എക്സാമിനേഷൻ പെടുന്നു. മെഡിക്കൽ ഡോക്ടർ, അണ്ടർസ്റ്റാൻഡ് മോസ്റ്റ് ഓഫ് വാട്ട് ദേ സേ. ഹോമിയോ എപ്പോഴും വിശ്വസിക്കുന്ന പുതിയ ആൾക്കാരുണ്ടല്ലോ, ഹോമിയോ മരുന്നുകളെ ഇപ്പോഴും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നത്. സോ അങ്ങനെയുള്ള പുതിയ ആൾക്കാരും, അതായത് എന്റെ ഒരു യങ് ജനറേഷനിലുള്ള ആൾക്കാരും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന രീതികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് സാറിന് എന്താ പറയാനുള്ളത്? അവര് തിങ്ക് അബൌട്ട് ഇറ്റ്, they will easily understand that it is not possible at all. അതായത് അവർ പറയുന്നത് ഈ ഡയലൂഷൻ വർദ്ധിക്കുന്തോറും പൊട്ടൻസി കൂടി വരും. അങ്ങനെ അവർ UK അവർ ടെസ്റ്റ് ചെയ്തിരുന്നു. അവർ പറയുന്ന ഒരു ഡയലൂഷൻ, ഒരു 10 പ്രാവശ്യമൊക്കെ ഡയലൂഷൻ കഴിഞ്ഞാൽ, അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതൊരു ഡ്രോപ്പ് ഇട്ടിക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് വേറൊരു വെള്ളത്തിൽ ഇട്ടിക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഡ്രോപ്പ് എടുത്ത് അടുത്ത വെള്ളത്തിൽ ഇട്ടിക്കുക. അങ്ങനെ 10 പ്രാവശ്യം ഇട്ടിട്ടുമ്പോഴത്തേക്കും അവസാനത്തെ ബോട്ടിൽ, അതിലെ ആ ബീക്കറിൽ ഒരു മോളിക്യൂൾ പോലും ഇല്ല. ഈ സോക്കോൾഡ് മെഡിസിന്റെ ഒരു മോളിക്യൂൾ പോലും, സ്പെക്ട്രോസ്കോപ്പി എന്ന സാധനമുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ആഫ്റ്റർ സിംഗിൾ മോളിക്യൂൾ ഓഫ് ദിസ് ഇസ് ദേർ ഇൻ ദ ലാസ്റ്റ് ബോട്ടിൽ. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബ്സർഡ് ആണ് അവർ പറയുന്നത്. അങ്ങനെ ഇത് സ്ട്രോങ്. അപ്പൊ ആൾക്കാരെ ഇത് അപ്ലൈ ദെയർ മൈൻഡ്. ഒരു സിംബിലിബസ് എന്ന് പറഞ്ഞാൽ അതൊന്നും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല, അതൊന്നും യാതൊരു എവിഡൻസും ഇല്ല. പ്ലാസ്മോതെറാപ്പി എന്തെങ്കിലും ഗുളിക കഴിച്ചാൽ വൈറൽ ഡിസീസ് അധികം. മോസ്റ്റ് ഓഫ് ദ ഡിസീസ് ദർ സോ-കോൾഡ് ട്രീറ്റ്മെന്റ് ഈസ് വൈറൽ ഡിസീസ്. ഈ വൈറൽ ഡിസീസ് അത് ട്രീറ്റ്മെന്റ് കൊണ്ട് 7 ദിവസം കൊണ്ട് പോകും, ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഒരാഴ്ച കൊണ്ട് പോകും. You get the point? Treatment, it will go in 1 week. Without treatment, it will go in 7 days. So നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ് ആണ്. Natural disease ആണ്. Naturally ഒരു കോഴ്സ് ഉണ്ട്. Natural course. Viral fever, it will go in some days without any treatment. With treatment also will go same number of days. So അവർ അങ്ങനത്തെ മുകളിൽ ഇങ്ങനെ അതിനെക്കൊണ്ട് വെച്ച് കളിക്കുകയാണ്. ആൾക്കാരുടെ ഗള്ളി വിട്ടു ക്യാൻസർ ഉണ്ടെന്ന് പറയും. അവര് ക്യാൻസർ ക്യൂർ ചെയ്യുന്ന അവരെന്നെ പറയും, ഒരു ടെസ്റ്റും ചെയ്തിട്ടില്ല. Cancer. And after a while they are saying cancer has gone. So both of which are unfounded. എവിഡൻസ് ഇല്ല. അങ്ങനത്തെ ഒരു വിടുതരം ചെയ്യണം. ആൾക്കാരെ എന്തെല്ലാം വിടുതരം ചെയ്യുന്നു, അതുപോലെ പിന്നെ ഒരു മനഃശാസ്ത്രത്തിന് ഇതില്ല. ഇപ്പൊ എനിക്കെന്തോ ഒരു അസുഖം ഉണ്ട്, ഞാൻ ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് ഇത് മാറി ചെറിയ എന്ന് ചിന്തിക്കാണ്. സോ നമുക്കിപ്പോ തസ്ലിമ നസ്ലിൻ വരാൻ പോവാണ്. അപ്പൊ സാറ് വെയിറ്റ് ചെയ്തല്ലേ, അപ്പൊ ആള് വന്നോണ്ടിരിക്കുകയാണ്.